വാർത്തകൾ സമഗ്രമായി പരിശോധിക്കാം. കെ.ബി. ഗണേഷ് കുമാറും രാമചന്ദ്രൻ കടന്നപ്പള്ളിയും ഇന്ന് വൈകുന്നേരം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. വൈകുന്നേരം 4-ന് രാജ്ഭവനിലെ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിലാണ് സത്യപ്രതിജ്ഞ. പ്രതിപക്ഷം ചടങ്ങ് ബഹിഷ്കരിക്കും. രണ്ടാം പിണറായി മന്ത്രിസഭയിലെ പ്രധാന അഴിച്ചുപണിയാണ് ഇന്ന് നടക്കുന്നത്. രാജിവെച്ച സജി ചെറിയാന്റെ തിരിച്ചുവരവും എം.വി. ഗോവിന്ദൻ രാജിവെച്ച ഒഴിവിൽ എം.വി. രാജേഷ് മന്ത്രിയായതുമാണ് ഇതിനു മുമ്പ് നടന്ന സത്യപ്രതിജ്ഞകൾ. മുന്നണി തീരുമാനപ്രകാരം ആന്റണി രാജുവും അഹമ്മദ് ദേവർകോവിലും രാജിവെച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ മന്ത്രിസഭാ പുനഃസംഘടനയ്ക്ക് കളമൊരുങ്ങിയിരിക്കുന്നത്. വൈകുന്നേരം 4-നാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. രാജ്ഭവന് പുറത്ത് തയ്യാറാക്കിയ പ്രത്യേക പന്തലിലാണ് സത്യപ്രതിജ്ഞ നടക്കുക. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. 15 മിനിറ്റ് നീളുന്ന ചടങ്ങിന് ശേഷം മന്ത്രിമാർക്ക് ഗവർണറുടെ ചായ സൽക്കാരവുമുണ്ട്. അതിനുശേഷം മന്ത്രിമാർ അവരവർക്ക് നിശ്ചയിച്ചിരിക്കുന്ന ഓഫീസുകളിലെത്തി ചുമതലയേൽക്കും. മുഖ്യമന്ത്രി ഏൽപ്പിക്കുന്ന വകുപ്പുകൾ, ആ വകുപ്പ് അതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ സത്യസന്ധമായും വിശ്വാസ്യതയോടുകൂടി അത് പ്രാവർത്തികമാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. നമ്മൾ കുത്തഴിഞ്ഞ് കിടക്കുന്ന ഒരു പുസ്തകത്തെ കുത്തിക്കെട്ടുന്നത് പോലെ ഒരു സാമ്പത്തിക അച്ചടക്കം നിർബന്ധമായിട്ടും, പിന്നെ ജനങ്ങളോടൊരു നല്ല സമീപനം നമ്മുടെ സ്റ്റാഫിനുണ്ടാവണം. ജനങ്ങളാണ് അത് നമ്മുടെ രാജാവെന്ന് പറയുന്നത്. സോളാർ ലൈംഗിക പീഡന പരാതിയിൽ ഉമ്മൻചാണ്ടിയെ കൊടുക്കാൻ ശ്രമിച്ചെന്ന ആരോപണം നേരിടുന്ന കെ.ബി. ഗണേഷ് കുമാറിന് മന്ത്രിസ്ഥാനം നൽകിയത് പ്രതിഷേധിച്ച് പ്രതിപക്ഷം സത്യപ്രതിജ്ഞാ ചടങ്ങ് ബഹിഷ്കരിക്കും. ഇക്കാര്യം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ തന്നെ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ഗവർണറും സർക്കാരും തമ്മിലുള്ള ബന്ധം വഷളായ സാഹചര്യത്തിലാണ് ഇത്തവണത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങിലെ അനിവാര്യ സാന്നിധ്യമാണെങ്കിലും ചീഫ് സെക്രട്ടറി ഡോക്ടർ വി. വേണു ചടങ്ങിൽ പങ്കെടുത്തേക്കില്ല. ഔദ്യോഗിക തിരക്ക് ചൂണ്ടിക്കാട്ടിയാണ് പങ്കെടുക്കാത്തത്. എന്നാൽ ക്രമസമാധാനം സംബന്ധിച്ച് ഗവർണർ ആവശ്യപ്പെട്ട റിപ്പോർട്ട് നൽകാത്തതുകൊണ്ടാണ് മാറി നിൽക്കുന്നതെന്നാണ് ആക്ഷേപം. പുതിയ മന്ത്രിമാരുടെ ഓഫീസുകളുടെ കാര്യത്തിലും തീരുമാനമായി. ആന്റണി രാജു ഉപയോഗിച്ചിരുന്ന സെക്രട്ടേറിയറ്റ് സൗത്ത് ബ്ലോക്കിലെ ഓഫീസാണ് രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് ലഭിക്കുക. സെക്രട്ടേറിയറ്റ് അനക്സ് 1-ൽ അഹമ്മദ് ദേവർകോവിൽ ഉപയോഗിച്ചിരുന്ന ഓഫീസ് കെ.ബി. ഗണേഷ് കുമാറിന് ലഭിക്കും. റിപ്പോർട്ടർ, തിരുവനന്തപുരം.